കരുതാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? എനിക്കായി സ്വപുത്രനെ തന്നവൻ തൻ കൂടെല്ലാം നൽകാതിരിക്കുമോ? എന്നെ മാത്രം കണ്ടു സ്വർഗം വിട്ടവൻ എനിക്കായി കരുതാതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു കാണവരെ ഉയർത്താതിരിക്കുമോ? എൻ പേർക്കായി യാഗമൃഗമായവൻ എൻ്റെ കണ്ണീർ കാണാതിരിക്കുമോ? എല്ലാവരാലും ഒറ്റപ്പെട്ട കുഞ്ഞാടു താണവരെ ഉയർത്താതിരിക്കുമോ? ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ മുഴങ്ങട്ടെ, ഹല്ലേലൂയ എൻ ഹൃദയത്തിൽ ഉയരട്ടെ. ക്രൂശൻ സ്നേഹം മാത്രം എൻ്റെ ഉള്ളത്തിൽ കീർത്തനമായെന്നും നിലനിൽക്കട്ടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 തെസ്സലോനിക്കർ 2:1 മുതൽ. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലിളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യൻ അധർമ്മമൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട്, ഈ എതിർക്രിസ്തു എന്ന് പറയുന്ന ആ ഭീകരൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, അവൻ ദൈവമാണെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. എന്ന് പൂജാവിഷയം എന്ന് പറയുന്ന എല്ലാറ്റിനും മീതെ തന്നെ ഉയർത്തുന്ന എതിരാളിയാണ്. അവൻ ശത്രുവാണ്. തന്നെ ഉയർത്തി ഞാൻ ദൈവമാണെന്നാണ് അവൻ പറയുന്നത്. ദൈവമാണെന്ന്. ഇന്ന് അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ പതിപ്പുകളാണ് ലോകത്ത്. ദൈവമെന്ന് സ്വയം അഭിമാനിക്കുന്ന പലർ, ഞാൻ ദൈവമാണെന്ന് പറയുന്നവർ, ആൾ ദൈവങ്ങൾ. ഈ ലോകത്ത് പല 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 ആൾ ദൈവങ്ങളുണ്ട്. ആൾ ദൈവങ്ങൾ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. പലതരത്തിൽ ഓരോ ദേശത്തും അങ്ങനെ ഓരോ തരത്തിലുള്ള ആളുകളുണ്ട്. അവരുടെ ജീവിതഗതികൾ അടുത്തറിയുന്നവരെയും ഒരുപക്ഷെ നാമും അപകടത്തിൽ വിട്ടുപോകും, കുരുങ്ങിപ്പോകും. ആൾ ദൈവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതെല്ലാം ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിശാച്, അന്തിക്രിസ്തു ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനത് നിങ്ങളോട് പറഞ്ഞുവെന്ന് ഓർക്കുന്നില്ലയോ?
അവൻ സമയത്തിനു മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ തടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവാണ് തടുക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിക്കിട്ടിയാൽ മതി. ഇതുവരെ തടുത്തുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധാത്മാവ് മാറിയാൽ മതി. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. അധർമ്മത്തിൻ്റെ മർമ്മമായ എതിർ ക്രിസ്തുവിൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് എന്തെല്ലാം ഉണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്ക് എന്തെല്ലാം ഉണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് എന്തെല്ലാം ഉണ്ട്, എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവഗതി എന്തെല്ലാം നമ്മെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ പാവം വരുമ്പോൾ എതിർ ക്രിസ്തുവാണ് അവിടെ അവകാശമാണ് നിൽക്കുന്നത്, ആൻറ്റി ക്രൈസ്റ്റ്. നാം ഇന്ന് ചിന്തിക്കാറില്ല. ദ്രവ്യാഗ്രഹം വന്നു, നാം ഒരാളെ ചതിക്കുമ്പോൾ, അല്ല വാങ്ങിച്ച പണം തിരിച്ചു കൊടുക്കാൻ തോന്നാതെ നാം അതെല്ലാം സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തു ജയിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ആളത്വത്തെയും ആ ആളുടെ മക്കളെയും മക്കളുടെ മക്കളെയും എല്ലാം പിശാചെ കുരുക്കിലാക്കുകയാണ്. മനുഷ്യനറിയുന്നില്ല. അശുദ്ധമായ ബന്ധങ്ങളിലേക്ക് പോകുന്നവർ, സ്വന്തം ഭാര്യയല്ലാതെ മറ്റ് സ്ത്രീകളിലേക്ക് പോകുമ്പോഴും, അല്ല സ്വന്തം ഭർത്താവല്ലാതെ മറ്റ് പുരുഷന്മാരുടെ അടിമകളായി തീരുമ്പോൾ, അപ്പോൾ ഈ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ട് അനേകർ സാത്താൻ്റെ കുരുക്കിൽപ്പെട്ട് കഴിയുന്നു. അവരെ രക്ഷിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവർ ബോധമറ്റവരെ പോലെ ആയിത്തീരുന്നു. ഇന്ന് നോക്കിയാൽ കുടുംബങ്ങളിലെല്ലാം ഈ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നതാണ്. അധർമ്മത്തിൻ്റെ മർമ്മം. ദൈവത്തിന് സ്തോത്രം. ഇതിനെല്ലാം കാരണം എന്താണ്? ഇതിനെല്ലാം കാരണം ആ മുദ്ര പൊട്ടിപ്പാനും അത് തുറക്കാനും യോഗ്യനായിട്ട് ആരുമില്ല. പിശാചിൻ്റെ കയ്യിലായിപ്പോയി, അത് സാത്താൻ്റെ കയ്യിലായിപ്പോയി. ആധാരം പിശാചിൻ്റെ കയ്യിലായി. നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ചെറുതും വലുതായ കാര്യങ്ങൾ ഇന്ന് സാത്താൻ്റെ കയ്യിലാണോ അതോ ദൈവത്തിൻ്റെ കയ്യിലാണോ? നോക്കൂ, ഇന്ന് സാത്താൻ അവകാശം പറഞ്ഞാൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? പിശാച് അവകാശം പറയുന്നത് ഇതെൻ്റേതെന്ന് പിശാച് അവകാശം പറയുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അനേകർ അറിയുന്നില്ല. അഹങ്കാരം ഇന്ന് മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന അഹങ്കാരം. ഞാൻ ഏതാണ്ട് ആണ് എന്നുള്ള ചിന്ത. ഇപ്പോൾ നമ്മൾ കൂട്ടായ്മയിലാണെങ്കിൽ ഞാൻ പറയാം, കൂട്ടായ്മയിൽ ഞാനാണ് എല്ലാം നടത്തുന്നത് എന്നൊരു ചിന്ത, ഞാനാണ് എല്ലാം ഭരിക്കുന്നുള്ള ചിന്ത, ഞാൻ ഇല്ലെങ്കിൽ ഇത് ഒന്നും നയ്യാവില്ല എന്നൊരു ചിന്ത. ഇതെല്ലാം വലിയ അബദ്ധമായ ചിന്താഗതികളാണ്. ഞാനോ കർത്താവേ, ഞാൻ നിൻ്റെ വിനീതദാസൻ, കർത്താവേ, ഞാൻ എല്ലാവർക്കും വിനയപ്പെട്ട് ഞാൻ താഴെ ഇരുന്നുകൊള്ളാം, എല്ലാവർക്കും വിനയപ്പെട്ട് കീഴിരുന്നുകൊള്ളാം. ഈ ഒരു മനോഭാവം നമുക്ക് വരണം. നാം എല്ലാവരുടെയും ദാസനായിക്കൊള്ളണം. ഒരിക്കലും ഞാൻ എന്നൊരു ഭാവം നമുക്ക് വരരുത്. എനിക്ക് എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്, ഞാൻ എല്ലാവരെയും അറിയും, അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്, അവരുടെ നമ്പർ എനിക്കുണ്ട് എന്നൊക്കെ ഭാവിച്ച് ഇരിക്കുന്നത് അബദ്ധമാണ്. ഒരിക്കലും തന്നെ വെളിപ്പെടുത്താതിരിക്കുക, തന്നെ ഉയർത്താതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അതിലെല്ലാം ഈ സാത്താൻ അവകാശം പറയും. തന്നെ ഉയർത്തരുത്, തന്നെ നേതാവായി തോന്നിക്കുകയും വരുത്. സൂക്ഷിക്കണം. എനിക്ക് തോന്നുന്നില്ല, പക്ഷേ മറ്റുള്ളവർക്ക് തോന്നാൻ ഇടവരുത്തുകയും ചെയ്യരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ഒരു കൂട്ടായ്മ ഭദ്രമായി നടക്കണമെങ്കിൽ, പിശാചിന് അവകാശമില്ലാത്തതായി നടക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും വെളിപ്പെടരുത്, പ്രകാശിക്കരുത്, രംഗത്ത് വരരുത്. പിറകിൽ മറിഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ കുരിശിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുക. ഇതെല്ലാം പറയാൻ പറ്റും, പക്ഷേ കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മിൽ പലർക്കും അതില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് കൂട്ടായ്മകൾ തകരുന്നത്. അതുകൊണ്ടാണ് കൂട്ടായ്മകളും ദേശത്തെ പോലെ കൂട്ടായ്മകൾ ആത്മീയമായി വളർന്നു വരേണ്ട കൂട്ടായ്മകളെല്ലാം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം അതാണ്. ആരെങ്കിലും ഒരാൾ പാപത്തിന് ഇടം കൊടുക്കുകയും പിശാചിന് ഇടം കൊടുക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ കർത്താവിൻ്റെ ആ സ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് മൂലം, കർത്താവിൻ്റെ വിശുദ്ധിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന് മൂലം കൂട്ടായ്മകൾ തകരുന്നു, ദൈവസ്നേഹം മാറിപ്പോകുന്നു. ജീവിതത്തിൽ ദൈവസ്നേഹം മാറിപ്പോകരുതെന്നുള്ളത് നമ്മൾ നിർബന്ധമായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, സാത്താൻ അവകാശമുള്ള എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? പിശാചിന് അവകാശമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ചിന്തിക്കൂ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ മുദ്രയിട്ട പുസ്തകം അത് വാങ്ങാനും മുദ്ര ഒട്ടിക്കാനും യോഗ്യനായ ആരുമില്ല. ഈ വീണ്ടെടുപ്പ് നടത്താൻ ചാർച്ചിൽപ്പെട്ട ഒരാൾ വരണം. മനുഷ്യനായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു വേണം ഈ മുദ്ര പൊട്ടിച്ച് ഈ പുസ്തകം തുറക്കാൻ. കാരണം മനുഷ്യൻ്റെ കാര്യമാണ്, മനുഷ്യൻ്റെ ഭാവിയാണ് ഇതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒരു ചാർച്ചക്കാരൻ വന്നാലേ ഇത് വീണ്ടെടുക്കാൻ പറ്റുകയുള്ളൂ. ചാർച്ചക്കാരൻ കർത്താവായ യേശു, മനുഷ്യനായി പിറന്നവൻ കർത്താവായ യേശു. മനുഷ്യനായി പിറന്ന കർത്താവായ യേശു ക്രിസ്തു ആ പുസ്തകം വാങ്ങി. മൂപ്പന്മാരടുത്തും പറഞ്ഞു, യഹൂദാഗോത്രത്തിൽ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും മുദ്രയിടുവാനും യോഗ്യനായിട്ടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സകലത്തിൻ്റെയും ആധിപത്യം ക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്നു. ആധിപത്യം അവൻ്റെ തോളിലിരിക്കുന്നു. ക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ക്രിസ്തുവിലുണ്ട്. നാം ഓരോരുത്തരും പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾപ്പെട്ട് ഒഴിയുന്നവരായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ,
ഹൃദയത്തിൽ സമാധാനം കാണുകയില്ല. നാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിങ്ങനെ നീറിക്കൊണ്ടിരിക്കുകയാണ്. വചനം കേൾക്കുമ്പോഴും കാര്യം പറയുന്നത് നമ്മുടെ ഉടലത്തിൽ കിടക്കാതെ കൊണ്ട് പിശാച് നമ്മുടെ ഹൃദയത്തെ അടച്ചു പിടിച്ചിരിക്കുകയാണ്. വചനം കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ആശ്വാസം സമാധാനം കിട്ടുന്നില്ല. ഹൃദയം ഉരുകുകയാണ്, ഹൃദയം തിളയ്ക്കുകയാണ്. നാം തിരിച്ചും മറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടും? സാധ്യമല്ലാത്ത മനുഷ്യൻ വലയുകയാണ്. വളരെ വളരെ ദയനീയമായ അവസ്ഥയിലാണ് മനുഷ്യ ഹൃദയം. അവന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. എങ്ങനെയും മോചനം പ്രാപിക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഈ ഊരാക്കുരുക്കിൽ നിന്ന് മോചനം കിട്ടാനുള്ളതായ പരിശ്രമം മാനുഷികമായ ബുദ്ധിയിൽ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും ഫലപ്രദമാകുന്നില്ല. ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, മുദ്ര പൊട്ടിപ്പാൻ യോഗ്യനായ ക്രിസ്തുവിനെ ആശ്രയിക്കുക. ഈ പുസ്തകം തുറപ്പാൻ യോഗ്യനായ ക്രിസ്തുവിനെ ആശ്രയിക്കുക. ക്രിസ്തുവിൽ സകലവും ഫലമേൽപ്പിക്കുക. കമ്മിറ്റ് ദൈ വേ ആൻഡ് ഗോഡ്. ദൈവത്തിങ്കിൽ നിൻ്റെ വഴി ഏൽപ്പിച്ചു കൊടുക്കുക. കമ്മിറ്റ് ദൈ വേ ആൻഡ് ഗോഡ്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിൻ്റെ വഴി ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊരു പുതിയൊരു ദൂതായിട്ട് നിങ്ങൾ എടുക്കണം. എൻ്റെ വഴിയെ ദൈവത്തെ ഏൽപ്പിക്കുന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം. എന്തെല്ലാം ഉണ്ട്? വിവാഹം നടക്കാത്ത കാര്യമാണോ? ആരും അറിയാതെ രഹസ്യമായി ദൈവത്തിലിരുന്ന്, കർത്താവേ എനിക്ക് വിവാഹം വേണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്കറിയാമല്ലോ, എനിക്ക് ഒരു തക്ക തുണയെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവേ അതിന് പറ്റിയ ഒരു സാഹചര്യം നീ ഇണക്കി ഒരുക്കി തരണമേ. പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. വരുമാനം, ജോലിയുടെ കാര്യം, കർത്താവേ എനിക്കൊരു ജോലി വേണം. ഇപ്പോൾ യോഗത്തിന് പോകണമെങ്കിൽ ബസ്സിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ട്രെയിനിൽ കൊടുക്കാൻ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കൊടുക്കാൻ രൂപയില്ല. കർത്താവേ രൂപയില്ല, സ്വന്തമായിട്ട് കുറച്ച് രൂപ എടുക്കാൻ തക്കവണ്ണം എനിക്ക് വരുമാനം തരണം. പറയാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ എൻ്റെ ശരീരത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നു, ഈ രോഗം അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ രോഗം ഞാൻ എൻ്റെ മരണത്തിനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കർത്താവേ എനിക്കൊന്നറിയാം, ഈ ശരീരവും ദേഹിയും ആത്മാവും ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ്. ഈ ശരീരത്തിൽ രോഗം വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ നിനക്ക് അവകാശമുണ്ട്, നിനക്ക് അധികാരമുണ്ട്. നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു, മുഴുവൻ നിനക്ക് ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ വഴിയെല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിരിഹിതമാണെങ്കിൽ എനിക്ക് രോഗത്തെ സൗഖ്യം തരാം. തിരിഹിതമാണെങ്കിൽ ഞാൻ വേണമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ നന്മ നീ ആഗ്രഹിക്കുന്നു. നിനക്ക് തിരിഹിതമാണെങ്കിൽ നീ എനിക്ക് രോഗസൗഖ്യം തരിക. ചോദിക്കാം, ദൈവത്തോട് ചോദിക്കാം, ചോദിച്ചു വാങ്ങാം. ദൈവത്തിന് സ്തോത്രം. അപേക്ഷിച്ച് വാങ്ങാം. ഒരു കുഞ്ഞിന് വേണമെന്നുണ്ട്, അപേക്ഷിച്ച് വാങ്ങാം. നമുക്ക് വിദേശത്തൊരു ജോലി വേണമെന്നുണ്ട്, അപേക്ഷിച്ച് വാങ്ങാം. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ പല കാര്യങ്ങളും, ഒരു നല്ല സ്വന്തമായൊരു വീട് വയ്ക്കണമെന്നുണ്ട്, അപേക്ഷിച്ച് വാങ്ങാം. എല്ലാം ചോദിച്ചു വാങ്ങാം. സ്വന്തമായൊരു വീട്, സ്വന്തമായ 10 സെൻറ്റ് സ്ഥലം ചോദിച്ചു വാങ്ങാം. ഇതെല്ലാം സാധിക്കുകയും ചെയ്യും. ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും, എല്ലാം ചെയ്തു തരും. ഒരേ ഒരു കാര്യം മാത്രം, നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കണം. എല്ലാ വഴികളും ദൈവത്തിൻ്റെ കയ്യിലേക്ക് മാറ്റി കൊടുക്കണം, അങ്ങോട്ട് ഏൽപ്പിക്കണം. എല്ലാം ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സത്യമാണിത്. നിങ്ങൾക്ക് വേണ്ടി പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ ജീവിതം വിശുദ്ധമാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട്, നിങ്ങൾക്ക് തിരുത്താനുള്ളതെല്ലാം തിരുത്തിക്കൊണ്ട്, എല്ലാറ്റും നീക്കുവെക്ക് വരുത്തിക്കൊണ്ട്, വേറെ കറിയായിട്ട് ഇനി ഒന്നും ബാക്കിയില്ല എന്ന് വരുത്തിക്കൊണ്ട്, ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് കടന്നു ചെല്ലൂ. ദൈവത്തിലേക്ക് ചെല്ലൂ. ഒരിടത്ത് സംശയിക്കേണ്ട. ഏത് ഭീകരമായ പ്രശ്നവും കർത്താവ് മാറ്റിത്തരും. എത്ര ഭയാനകമായ പ്രശ്നവും കർത്താവ് മാറ്റിത്തരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അരികിലേക്ക് നിങ്ങൾ ആ പ്രശ്നവുമായിട്ട് കടന്നു ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എഴുതുന്ന കുട്ടികൾ പരീക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് ചെല്ലുക. ദൈവത്തിന് സ്തോത്രം. ജോലിക്കുള്ള കാര്യങ്ങൾ, ജോലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ദൈവത്തിലേക്ക് ചെല്ലുക. ഓരോന്ന് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും നമുക്ക് ചോദിക്കാം. പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇന്നും മാറാത്ത ചില സ്വഭാവങ്ങളുണ്ട്. അമിതാഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ. വളരെ ഗിരീഡിയാണ് പലരും. കിട്ടിയതും പോരാ എന്നുള്ള ചിന്ത. സമ്പാദിച്ചും പോരാ. ആ ചിന്തയൊക്കെ കളയണം. അതെല്ലാം പിശാചിന് അവകാശം പറയുന്ന കാര്യങ്ങളാണ്. പിശാച് അവകാശം പറയും. നമ്മുടെ സകല കാര്യങ്ങളും കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ഭാവി യേശുവെ നിൻ്റെ കയ്യിലേക്ക് ഞാൻ തരുന്നു. അങ്ങനെ നിങ്ങളൊന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു നോക്കൂ, കാണാം നിങ്ങളുടെ ജീവിതമാകെ മാറുന്നത്. കർത്താവേ, എൻ്റെ കോപശീലം അതെൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഒരു നിഗളം കൊണ്ടാണ് കോപം വരുന്നത്. നിഗളമുണ്ട്. ഞാൻ ആരോട് കോപിക്കുന്നു ആളേക്കാൾ ഭേദമാണെന്നൊരു ചിന്ത എനിക്കുണ്ട്. എൻ്റെ മനസ്സിൽ, അടിമനസ്സിലുള്ള ചിന്തയുണ്ട്. ഞാൻ കോപിക്കുന്ന ആളേക്കാൾ എനിക്ക് കൂടുതൽ യോഗ്യതയുണ്ട്, കൂടുതൽ മേന്മയുണ്ട് എന്നുള്ള ആ ഒരു ധാരണ കൊണ്ടാണ് ഞാൻ കോപിക്കുന്നത്. അല്ലെങ്കിൽ കോപിക്കില്ല. ഉന്നതന്മാരായ ആളുടെ അടുത്ത് നാം കോപിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നാം ഭാര്യയോട് കോപിക്കുന്നെങ്കിൽ ഭാര്യയോട് കോപിക്കാൻ എനിക്ക് അവകാശമുണ്ടെന്നൊരു തെറ്റായ ധാരണ. മക്കളോട് കോപിക്കുന്നെങ്കിൽ മക്കളോട് കോപിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടെന്നുള്ള ധാരണ. എൻ്റെ കോപത്തിന് ഇവൻ ഇരയാകേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടെ ഇരയാകേണ്ടതാണെന്നുള്ള ചിന്ത, ഇതെല്ലാം പാപമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിലെ ധനത്തിലേക്കുള്ള മോഹം, അതും പാപമാണ്. എനിക്ക് ആവശ്യമുള്ള എൻ്റെ കർത്താവ് തരും, വിശ്വസിക്കുക.
ഇനി കർത്താവ് തരുന്നത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെലവഴിക്കും, വിശ്വസിക്കുക. എനിക്ക് എന്ത് തന്നാലും അതെല്ലാം കർത്താവെ നിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെലവഴിക്കും, എൻ്റേതായിട്ട് ഒരു പരിപാടിയില്ല. ഇതാണ് നമ്മുടെ ക്രിസ്തീയ ആറ്റിറ്റ്യൂഡ്, ക്രിസ്തീയമായ സ്വഭാവം അതാണ്, ക്രിസ്തീയമായ കാഴ്ചപ്പാട് അതാണ്. എല്ലാം ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൽ മാത്രം, ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച്, ഓൾ ഫോർ ജീസസ്, എല്ലാം യേശുവിന് വേണ്ടി മാത്രം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഈ അധികാരപത്രം പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് പിടിച്ചു വാങ്ങി നമുക്ക് തരുന്നത്. പിശാചിൻ്റെ കയ്യിൽ നിന്ന് അധികാരപത്രം പിടിച്ചു വാങ്ങും. ഈ 7 മുദ്രയിട്ട പുസ്തകം പിശാചിൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് എടുത്ത് അവൻ തുറന്ന് മുദ്ര പൊട്ടിച്ച് അവൻ ആ പുസ്തകം തുറക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സംബന്ധിച്ചുള്ള നിർണ്ണയങ്ങളെല്ലാം ആ പുസ്തകത്തിലുണ്ട്. ഓരോരുത്തരെക്കുറിച്ചുള്ള നിർണ്ണയങ്ങൾ, ഭാവി വരാൻ പോകുന്ന കാര്യങ്ങൾ, നിർണ്ണയങ്ങൾ ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ട് എല്ലാം. ആ മുദ്ര പൊട്ടിച്ച്, അതിന് അധികാരം പ്രാപിച്ച് മുദ്ര പൊട്ടിച്ച് യേശുക്രിസ്തു അത് നമുക്ക് വെളിപ്പെടുത്തി തരും, നമുക്ക് വ്യാഖ്യാനിച്ച് തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ ഊടും പാവും എന്ന് പറഞ്ഞാൽ മുഴുവനും എല്ലാം ജീവിതത്തിൻ്റെ തലങ്ങും വിലങ്ങും സമ്പൂർണ്ണമായി യേശുക്രിസ്തു ഏറ്റെടുത്ത് തരും. സ്തോത്രം. എന്തൊരു സൗഭാഗ്യമാണെന്നോ ക്രിസ്തു ഏറ്റെടുക്കുന്ന ജീവിതം, ക്രിസ്തു പ്രസാദിക്കുന്നൊരു ജീവിതം, ക്രിസ്തു സന്തോഷിക്കുന്നൊരു ജീവിതം, പിശാചിനൊട്ടും ഇടം കൊടുക്കാതുള്ള ജീവിതം. വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നോക്കുന്നു, പിശാചിന് എവിടെയെങ്കിലും അവകാശം വന്നോ? കർത്താവ്, പിശാച് എവിടെയെങ്കിലും അവകാശം പറയാൻ അവൻ എന്തെങ്കിലും ഞാൻ ഇടം കൊടുത്തോ? ചിന്തിക്കുന്നു. ഞാൻ സംസാരിച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും വീഴ്ച വന്നോ? എവിടെയെങ്കിലും കർത്താവ് എൻ്റെ പെരുമാറ്റത്തിൽ എവിടെയെങ്കിലും അപാകത വന്നോ? അപാകത ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ മനോഭാവത്തിൽ ഏതെങ്കിലും അപാകത വന്നോ? ചിന്തിക്കുകയാണ്. ഓരോന്ന് ചിന്തിക്കുന്നു, ഓരോന്ന് ചെയ്യുന്നത് ചിന്തിക്കുന്നവർ കണ്ടുപിടിക്കുന്നു, മനസ്സിലാകുന്നു, ഏറ്റു പറയുന്നു. കർത്താവേ, അബദ്ധം പറ്റിപ്പോയി, എന്നെ ക്ഷമിക്കണമേ പറയുന്നു. പാവക്ഷമ കിട്ടിക്കൊണ്ട് സുഖമായി കെട്ടെന്ന് ഉറങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. അത് പല ദിവസത്തേക്ക് വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ പാവത്തിന്മേൽ സൂര്യൻ അസ്തമിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം സൂര്യൻ അസ്തമിക്കോളം വെച്ചുകൊണ്ടിരിക്കരുത്. അത് എന്തെല്ലാം ഉണ്ടെങ്കിലും ഭർത്താവിനോട് അക്കൽച്ചക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് മുമ്പ് എല്ലാം പറഞ്ഞു തീർത്തിട്ടേക്ക് ഉറങ്ങുകയുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാം പറഞ്ഞു തീർത്തിരിക്കും. ഐക്യത്തിൽ ഉറങ്ങണം, സ്നേഹത്തിൽ ഉറങ്ങണം, ആകുലതയോടെ ഉറങ്ങരുത്. മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കണം. എങ്ങനെ ശാന്തമാകും? ക്രിസ്തുവിൽ മാത്രമേ ശാന്തമാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ശാന്തമാക്കാൻ സാധിക്കുകയില്ല. സ്വന്തമായിട്ട് നമുക്ക് സാധിക്കുമോ? സാധിക്കില്ലല്ലോ. ക്രിസ്തുവിൽ സാധിക്കും. ക്രിസ്തുവിൻ്റെ കൃപയാൽ അത് സാധിക്കും. ക്രിസ്തുവിൻ്റെ കൃപയാൽ അത് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കി കർത്താവ് തരും. കർത്താവ് തരുന്നതാണ്. കർത്താവ് തരുന്ന ദാനമാണത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മുടെ ജീവിതം ക്രിസ്തുവിന് ഒരു തുറന്ന പുസ്തകം പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവേ, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഈ ഡയറിയിൽ എഴുതിക്കൊള്ളൂ. എൻ്റെ ജീവിതമാകുന്ന ഈ ഡയറിയിൽ നീ എഴുതിക്കൊള്ളൂ. ഞാനൊന്നും എഴുതുന്നില്ല, എൻ്റേതായ പരിപാടിയൊന്നുമില്ല, എൻ്റെ യാതൊരു പ്രോഗ്രാം ഇത് എഴുതാനില്ല. നിൻ്റെ പ്രോഗ്രാം എഴുതി തരൂ. സ്തോത്രം. മനസ്സിലാവുന്നു നിങ്ങൾക്ക്? എൻ്റെ പ്രോഗ്രാമൊന്നുമില്ല. ഇവരെല്ലാം കർത്താവിനെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. എൻ്റെ പ്രോഗ്രാം എല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞു. എൻ്റെ പ്രോഗ്രാമെല്ലാം നിൻ്റെ ഹിതത്തിനെ വിധേയപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഈ ഡയറിയിൽ, എൻ്റെ ഡയറിയിൽ ഇനി ഞാൻ എഴുതുന്നില്ല. എൻ്റെ പ്രോഗ്രാമൊന്നും ഞാൻ എഴുതുന്നില്ല. എൻ്റെ പ്രോഗ്രാമെല്ലാം യേശുവേ നീ എഴുതിക്കൊള്ളണമേ. സ്തോത്രം. എല്ലാം നീ നിർണ്ണയിച്ചു കൊള്ളണമേ. ഇങ്ങനെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് നാം വാസ്തവത്തിൽ ഭക്തരാകുന്നത്. അപ്പോഴാണ് നാം വീര്യമുള്ളവരായിത്തീരുന്നത്. അപ്പോഴാണ് നമ്മുടെ ജീവിതം മാഗ്നറ്റിക് കാന്തശക്തി കൊണ്ട് ഉജ്ജ്വലിക്കുന്നതായിത്തീരുന്നത്. കാന്തശക്തി, ഈ ജീവിതം കാന്തശക്തിയുള്ളതായിത്തീരും. ഈ കാന്തം എടുത്ത് വെച്ചാൽ അതിലേക്ക് ഇരുമ്പ് വന്ന് അടുക്കുന്നത് പോലെ അനേക ആത്മാക്കൾ നമ്മിലേക്ക്, നമ്മുടെ വചനത്തിലേക്ക് അടുത്തു വരും. അങ്ങനെയാണ് ആത്മീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാന്തശക്തിയുള്ളവരായിത്തീരണം. കാന്തശക്തി, മാഗ്നറ്റിക് കപ്പാസിറ്റി, മാഗ്നറ്റ്, കാന്തം ആകർഷിച്ചെടുക്കുന്നത് പോലെയുള്ള ആത്മാവിൻ്റെ ഒരു കാന്തമായി നാം മാറണം. സ്തോത്രം. ആത്മാവിൻ്റെ കാന്തമായി മാറുമ്പോൾ അനേകർ ഈ കാന്തത്തിലേക്ക് വന്ന് അടുക്കും. ഇതിലേക്ക് ആകർഷണമുള്ള അനേകർ വരും, ആകർഷണമില്ലാത്തവർ വരികയുമില്ല. അതാണ് കർത്താവ് പറയുന്നത്. സ്വർഗ്ഗസ്ഥനായ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറിഞ്ഞു പോകും. ദൈവം നടാത്ത തൈയൊന്നും നിലനിൽക്കുകയില്ല. ആദ്യം കൂട്ടായ്മയിലേക്കൊന്ന് വരും, കുറച്ച് നാൾ വചനം കേൾക്കും, കുറച്ച് നേരം കൂടെ നടക്കും, കുറച്ച് നേരം വേണമെങ്കിൽ സാക്ഷ്യം പറയും, ചിലപ്പോൾ പ്രസംഗിക്കും ഒക്കെ ചെയ്യും. പക്ഷേ പിന്നെ ആൾ കാണുന്നില്ല, വേരോടെ പറഞ്ഞു പോകുകയാണ്. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയണമെങ്കിൽ പിതാവിൻ്റെ ആകർഷണം വേണം. വെറുതെ വരികയില്ല. അതുകൊണ്ട് ആരെങ്കിലും വന്നില്ല എന്നുള്ളത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആരെങ്കിലും വരാത്തതിനെക്കുറിച്ച് നിങ്ങൾ പരിഭവിച്ചിട്ടും കാര്യമില്ല. പിതാവിൻ്റെ ആകർഷണം വേണം. ദൈവത്തിന് സ്തോത്രം. പിതാവ് കൊണ്ടുവന്ന് നടണം. ആ പിതാവ് നട്ട തൈയൊക്കെ അത് നിലനിൽക്കുകയുള്ളൂ, അല്ലാത്തതെല്ലാം വേരോടെ പറഞ്ഞു പോകും. കുറേ നാൾ കൂട്ടായ്മയിൽ വന്നു, കുറേ നാൾ നടന്നു, പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ വേദപുസ്തകം വായിച്ചു, അല്ലെങ്കിൽ വേദവായന, അല്ലെങ്കിൽ പാട്ടുപാടി, ഒക്കെ എല്ലാം നല്ല ചെയ്തൊക്കെ ചെയ്തു. പക്ഷേ നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്?
പിതാവ് നട്ടിട്ടില്ല. അതുകൊണ്ട് നാം ഓർക്കണം, എൻ്റെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവ് നട്ടൊരു തയ്യായി എനിക്ക് നിൽക്കാൻ ഇടവരണം. സ്വർഗീയ പിതാവ് നട്ടൊരു തയ്യായി ഇതിൻ്റെ തോട്ടത്തിൽ നിൽക്കാൻ എനിക്ക് ഇടവരണം. സ്വർഗസ്ഥനായ പിതാവ് ഈ തോട്ടം നനയ്ക്കണം. തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടു. സ്തോത്രം. ദൈവത്തിൻ്റെ തോട്ടം നനയ്ക്കാൻ നദി പുറപ്പെട്ടു. ഇത് ബൈബിളിലെ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി വരില്ല. ഉൽപ്പത്തി ദിവസമുള്ളതാണ്. തോട്ടം നനയ്ക്കാൻ നദി പുറപ്പെട്ടു. തോട്ടം പിതാവായ ദൈവം നട്ടതായി തൈ നനയ്ക്കാൻ ഒരു നദി പുറപ്പെട്ടു. പീശോൻ, ഗീഹോൻ, ഹിദ്ദേക്കൽ, ഫ്രാത്ത് 4 കൈവഴിയായി ഒഴുകി. ആ 4 നദികളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തോട്ടത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ തോട്ടം നനയ്ക്കുമ്പോൾ അവിടെ ഊഷരതയില്ല, അവിടെ വരൾച്ചയില്ല, അവിടെ ശാന്തതയും സൗമ്യതയും മാത്രം, അവിടെ സ്നേഹം മാത്രം, അവിടെ കരുണ മാത്രം, അവിടെ ആർദ്രത മാത്രം, അവിടെ പരോപകാര തൽപരത മാത്രം, അവിടെ വിനയം മാത്രം, അവിടെ സൗശീല്യം മാത്രം. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമമഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ളൊരു ക്രിസ്തീയ ജീവിതം കെട്ടിപ്പടുക്കാനാണ് നമുക്ക് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം, അത് പടുത്തുയർത്തണമെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് സഹായം വേണം, പരിശുദ്ധാത്മാവ് വേണം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും സാധിക്കുകയില്ല. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഞാൻ ഒന്നുമില്ലാത്തതിനായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്നെ ശൂന്യവൽക്കരിക്കുന്നു. എൻ്റേതെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു. എൻ്റേതെന്ന് പറയുന്നത് എൻ്റെ കഴിവോ എൻ്റെ പഠിപ്പോ എൻ്റെ പാണ്ഡിത്യമോ എല്ലാം ഇതാ ഞാൻ മാറ്റിവെക്കുന്നു. എനിക്കെന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ കരുതിയേക്കെല്ലാം വ്യർത്ഥമാണ്, എല്ലാം പാഴാണ്, ഒന്നും വിലയില്ലാത്തതാണ്. എനിക്കുണ്ടെന്ന് വിചാരിച്ചിരുന്ന പാണ്ഡിത്യം, എനിക്കുണ്ടെന്ന് വിചാരിച്ച ജ്ഞാനം, എനിക്കുണ്ടായെന്ന് വിചാരിച്ചിരിക്കുന്ന ധനം എല്ലാം മായ, വെറും മായ മാത്രം. അതെല്ലാം ഇതാ ഞാൻ പിറകിലേക്ക് മാറ്റിക്കളയുന്നു. കർത്താവേ, ഇനി എനിക്കൊന്നേ ഉള്ളൂ, എൻ്റെ യേശു. സ്തോത്രം. എൻ്റെ യേശു മാത്രം, യേശു ക്രിസ്തു മാത്രമേ എനിക്കുള്ളൂ. യേശു മാത്രം. യേശുവിൻ്റെ സ്നേഹം മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ. യേശുവിൻ്റെ കരുണ മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ. യേശുവിൻ്റെ രക്തം മാത്രമേ എനിക്ക് സ്വത്തായിട്ടുള്ളൂ. ധനം അതുമാത്രമാണ് എൻ്റെ ധനം, യേശുവിൻ്റെ തിരക്തം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് യേശുവിൻ്റെ തിരക്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യങ്ങൾ നടക്കുമോ? പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കി കിട്ടും. എപ്പോഴെന്നറിയാമോ? ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം. ആത്മാവിൻ്റെ കണ്ണ് തുറക്കണം. ആത്മകണ്ണ് തുറക്കണം. സ്വന്തമായി മാനസാന്തരം വേണം. സ്വന്തമായിട്ട് എനിക്കൊരു മാനസാന്തരം, ഞാൻ മാനസാന്തരപ്പെടണം. അത് വേറെ വചനം പറയുന്നവരെ കാണിക്കാനല്ല, അവരെ കണ്ടല്ല, വേറെ ആരെയും കണ്ടല്ല. എനിക്കൊരു മാനസാന്തരം വേണം. ഓരോരുത്തരും വേണ്ടത്, നിങ്ങൾ ഈ ഒരു മനുഷ്യനെ കാണാതെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചില മനുഷ്യരെ കാണാതെ ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിലേക്ക് നോക്കുക, ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള മാനസാന്തരം പ്രാപിക്കുക. സ്വന്തമായൊരു മാനസാന്തരം. എൻ്റെ ആളത്വം എന്തായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ മാനസാന്തരപ്പെടണം. എൻ്റെ സ്വഭാവം എന്തായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് ഞാൻ മാനസാന്തരപ്പെടണം. ഞാൻ ഒരു പുതിയ സൃഷ്ടിയായി തീരണം. അത് എൻ്റെ ആവശ്യമാണ്. അത് ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതല്ലത്. അത് മനസ്സിലാക്കണം. നിങ്ങൾ പലർക്കും മനസ്സിലായിട്ടത്. എനിക്ക് മാനസാന്തരം വേണം, എനിക്ക് മാനസാന്തരപ്പെടണം, ഞാൻ ആൾ മാറണം. അത് എൻ്റെ ആവശ്യമാണെന്ന് ആരെയും നോക്കിയില്ല. പക്ഷേ മറ്റുള്ളവരെല്ലാം എനിക്ക് പ്രോത്സാഹനം തന്നു, അനേകം ദൈവമക്കളുടെ സഹായം കിട്ടി. ശരിയാണ്. പക്ഷേ മാനസാന്തരം എന്ന് പറയുന്ന കാര്യം എൻ്റെ സ്വന്തം കാര്യമാണ്. എനിക്ക് വേണം മാനസാന്തരം. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പലർക്കും അതില്ല. എനിക്ക് മാനസാന്തരപ്പെടണം എന്നുള്ള ചിന്തയില്ല. ഇനിയാളുടെയൊക്കെ പോയി കുറേ നേരം പറഞ്ഞു, സംസാരിച്ചു, പ്രാർത്ഥിച്ചു, പാപങ്ങൾ കയറ്റി പറഞ്ഞു, ഓക്കെ, മാനസാന്തരപ്പെട്ടു, ജീവൻ കിട്ടി. ഇതല്ല ആത്മീയം. ആത്മീയം എന്താണ്? ഞാനെന്ന് പറയുന്ന മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ, ഞാൻ പിശാചിൻ്റെ കയ്യിലിങ്ങനെ അടിമത്തത്തിൽ ചങ്ങലയിട്ട് ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, അടിമച്ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യൻ. പിശാചിൻ്റെ അടിമത്തത്തിൻ്റെ സകല തിന്മകളും എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കിത് മാറണം. എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറണം. എൻ്റെ സ്വഭാവത്തിൽ നിന്ന് ചിന്താഗതികൾ മാറണം. എനിക്ക് യേശു വേണം. എനിക്ക് എൻ്റെ സ്വന്തമായി യേശു വേണം. എനിക്ക് സ്വന്തമായി രക്ഷകൻ വേണം. അങ്ങനെയുള്ള സ്വന്തമായ യേശു എനിക്ക് വേണമെന്നുള്ളതായ സ്വന്തമായ ചിന്തയിൽ നിന്നാണ് വാസ്തവത്തിൽ മാനസാന്തരം വരുന്നത്. മാനസാന്തരം എന്ന് പറയുന്നത് പുറമേ ചില കാര്യങ്ങൾ ചട്ടക്കെട്ടുകൾ എഴുതുന്നതല്ല. ടോട്ടൽ ചേഞ്ച്, മുഴുവനായിട്ടുള്ളൊരു ചേഞ്ചാണ്. സമ്പൂർണ്ണമായൊരു മാറ്റമാണ്, സമ്പൂർണ്ണ പരിവർത്തനം. അതെനിക്ക് വേണമെന്ന് ആഗ്രഹിക്കേണ്ടത്. ആരുടെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുകയോ ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്തല്ല നിങ്ങൾ മാനസാന്തരപ്പെടുന്നത്. എനിക്ക് വചനം കേട്ടു. വചനം എന്ത്? വചനം മനസ്സിലായി. ഈ എഴുതപ്പെട്ട വചനം, കർത്താവിൻ്റെ ഈ വചനം ഞാൻ വായിച്ചു. ഈ വചനത്തെക്കുറിച്ച് വിവരിക്കുന്നതായ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. എനിക്ക് മാനസാന്തരം വേണം. എനിക്ക് മാനസാന്തരപ്പെട്ട് എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്വഭാവം പ്രാപിക്കണം. ഈ ഒരു വലിയൊരു തീവ്രമായ ആഗ്രഹം നമുക്ക് വന്നാൽ തീർച്ചയായിട്ടും മാനസാന്തരം കിട്ടും. നിങ്ങൾ ജീവൻ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാതോ. ഇനി ആത്മാവ് നിങ്ങളെ മേൽ വരുവാനായി നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടുള്ള സ്വന്തമായൊരു സമർപ്പണം, സ്വന്തമായ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ്, സ്വന്തമായൊരു സമർപ്പണം നിങ്ങൾക്ക് വരണം. സ്വന്തമായിട്ട് കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ
അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ആരും എടുത്തു തരുന്നതല്ല, ആരും വാങ്ങിത്തരുന്നതല്ല. സ്വർഗത്തിലെ ദൈവം തനിക്കായി കാത്തു നിൽക്കുന്നവരിലേക്ക് ഇറങ്ങി വരും ദൈവത്തിൻ്റെ സ്നേഹം വരെ പിടികൂടിയതാണ് എന്ന് മനസ്സിലാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. നിങ്ങൾ ഇന്ന് കേട്ടതിൽ നിന്ന് ആകുവാൻ എന്ത് മനസ്സിലായി? ഒരു എതിർ ക്രിസ്തുവുണ്ട്. മനുഷ്യൻ്റെ മേലുള്ളതായ സകല അധികാരവും കൈ കവർന്നിരിക്കുന്ന ഒരു പിശാചുണ്ട്. പിശാൻ്റെ കയ്യിൽ നിന്ന് ഈ ആധാരം വാങ്ങാൻ ക്രിസ്തു മാത്രം യോഗ്യൻ. പിശാൻ്റെ കയ്യിൽ നിന്ന് കർത്താവായ ക്രിസ്തു അത് പിടിച്ചു വാങ്ങി. എന്തിന്? എനിക്ക് സ്വാതന്ത്ര്യം തരാൻ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതാൻ അവിടുന്ന് അത് പിടിച്ചു വാങ്ങി. ക്രിസ്തു ജയമെടുത്തു. എനിക്ക് വേണ്ടി ക്രിസ്തു ജയമെടുത്തു. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്. ഇനിമേൽ പാവം എന്നെ തൊടുകയില്ല, ഇനിമേൽ പിശാചിന് ഇടം കൊടുക്കുകയില്ല. സാത്താൻ ഇനി എന്നെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കാരണവശാലും എൻ്റെ ജീവിതത്തിൽ പാപത്തിന് ഒരു നേരിയ ഇൻഫ്ലുവൻസ്, നേരിയ സ്വാധീനം പോലും ഇനി വരികയില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തം, യേശുവിൻ്റെ മാത്രം സ്വന്തം. സാത്താനെ അന്വേഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. എന്തൊരു ധൈര്യമാണ്! സാത്താനെ അന്വേഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ വകയാണ്. ധൈര്യം, പ്രത്യാശ. ആ പ്രത്യാശയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക, വളരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂതുകളൊന്നും തരുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ എന്ന് കൂടിയാലും അന്ന് അവിടെ സാന്നിധ്യം ഞങ്ങൾക്ക് തരുന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ നിസ്തുല സ്നേഹത്തിനായ സ്തോത്രം. കർത്താവേ, ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശോഭനമായ അനുഗ്രഹീതമായ ഒരു ഭാവിയിലേക്ക് കുഞ്ഞുങ്ങളെല്ലാവരും നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എൻ്റെ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച്, യേശുവിനെ സ്തുതിച്ച്, യേശുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിതം വേർതിരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് അവിടുത്തെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.